Hi friends, Assalamualaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ ന്യൂട്ടെല്ല ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് അതിൻ്റെ നല്ലൊരു ടെക്സ്ചറിലും നല്ലൊരു ടേസ്റ്റിലും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിതിൽ പറയുന്ന ആ റെസിപ്പി അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഇവിടെ ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് കടായിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 400 ഗ്രാം ന്യൂട്ടെല്ല എടുത്തിട്ടുണ്ട്. ഈ ന്യൂട്ടെല്ല നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതായാലും കുഴപ്പമില്ല. ഏതായാലും 400 ഗ്രാം ന്യൂട്ടെല്ലയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മുട്ട വേണം. ഇവിടെ ഞാൻ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് യോജിച്ച് കിട്ടും. ന്യൂട്ടെല്ലയും എഗ്ഗും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നല്ല ചൂടുള്ള മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ല ലൂസായി കിട്ടും. 2 ടേബിൾ സ്പൂണ് ചൂടുള്ള മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ ഉള്ള ബാറ്ററിനേക്കാളും കുറച്ചൊന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ ഒരു അരിപ്പയിലേക്കിട്ട് അതിലൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഈ ബാറ്ററിലേക്ക് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡറൊക്കെ നമ്മൾ കേക്കിലായാലും ബ്രൗണീസിലൊക്കെ ആയാലും ഇങ്ങനെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കൊക്കോ പൗഡർ എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഒരു കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ അരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല സ്മൂത്തായിട്ട് ബാറ്ററിലേക്ക് ചേർക്കാൻ പറ്റും. അങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ. അതിനാണ് ഇത് അരിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് അരിച്ച് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ എഗ്ഗിൻ്റെയൊക്കെ സ്മെല്ല് പോയി കിട്ടാനാണല്ലോ നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ബ്രൗണി തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ടിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ബട്ടർ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയറായിട്ടുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അതിന് ബട്ടർ പേപ്പർ ഒന്ന് പിന്നെ കുറച്ച് ഓയിൽ കൊണ്ടോ അല്ലെങ്കിൽ ബട്ടർ കൊണ്ടോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മുടെ ബ്രൗണി ഇതിലേക്ക് സ്റ്റിക്കാവാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാണ് ഇങ്ങനെ ബട്ടർ പേപ്പറിന് മുകളിൽ ഓയിലും ബട്ടർ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിലൂടെ ഒരു കുട്ടി യൂട്യൂബറിനെ കൂടി പരിചയപ്പെടുത്തി തരാം. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ന്യൂ യൂട്യൂബറാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടി യൂട്യൂബർ. പിന്നെ മിഫ്സൽ മുഹമ്മദ് ഷമീം എന്നാണ് പേര്. ചാനൽ നെയിമും അങ്ങനെ തന്നെയാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ റെഡ് വെൽവെറ്റ് കേക്കും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ട്രൈ ചെയ്ത് പിന്നെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിഫ്സൽ.
അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ബ്രൗണി ബാറ്ററൊക്കെ നമ്മുടെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ബാറ്റർ എത്തും. ടാപ്പ് ചെയ്ത് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചൊന്ന് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 165 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ്സ് ആണ്. 40 മിനിറ്റ്സ് തന്നെയാണ് എനിക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനാണ് യൂസ് ചെയ്യുന്നത്. OTG ഒക്കെ ആണെങ്കിൽ ഒരു 170 ഡിഗ്രിയിൽ വെച്ച് ഒരു 30 to 40 മിനിറ്റ്സ് വരെ ഇത് ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ നമ്മുടെ ബ്രൗണി നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബ്രൗണി ഉള്ളത്. മുകൾ ഭാഗമൊക്കെ നല്ലൊരു ക്രാക്ക് പോലെ ഇപ്പം നമ്മളിത് ഇവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ മനസ്സിലാവും. നല്ല ക്രാക്ക് പോലെ മുകൾ ഭാഗം ഇങ്ങനെ വരണം. ഇതാണ് ബ്രൗണിയുടെ കറക്റ്റ് ടെക്സ്ചർ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് ക്രാക്ക് വീണ പോലെ ആകുമ്പോഴാണ് ബ്രൗണി നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതിലേക്കൊന്ന് കുത്തി നോക്കുമ്പോൾ നമ്മുടെ കേക്കൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്യാറ്. നമ്മൾ കുത്തി നോക്കുമ്പോൾ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരണം. പക്ഷേ ബ്രൗണിയിൽ അങ്ങനെയല്ല. ടൂത്ത് പിക്ക് നല്ല ക്ലീനായി ഇത് വരുന്നത് വരെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഓവർ ബേക്കായി എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ടൂത്ത് പിക്കോട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിലേക്ക് നല്ല കുറച്ച് ക്രംസ്, നമ്മുടെ ബ്രൗണിയുടെ ക്രംസൊക്കെ അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബേക്കായിട്ടുള്ള നല്ല കുക്കായിട്ടുള്ള ക്രംസാണ് അതിന്ന്. അങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതാണ്, അങ്ങനെയാണെങ്കിലാണ് ബ്രൗണി നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഓവൺ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രൗണി ഇവിടെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചെറിയ ചെറിയ സ്ക്വയേഴ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനി നമുക്ക് ഈ ബ്രൗണി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ടെക്സ്ചറിലാണ് ബ്രൗണി ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.